നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ വൻ ഷോക്ക്. ആരും പ്രതീക്ഷിക്കാത്ത വിക്കറ്റ് മഴ പെയ്യിച്ച് അമേരിക്കൻ ബോളിംഗ് നിര ഇന്ത്യയെ വരിഞ്ഞു മുറുക്കിയപ്പോൾ പിറന്നത് ചരിത്ര റെക്കോർഡുകൾ. സഞ്ജുവിന് പകരം ടീമിലെത്തിയ ഇഷാൻ കിഷനും പുതിയ ഓപ്പണിംഗ് ജോഡിയും വമ്പൻ താരങ്ങളുടെ തകർച്ചയും ഇന്ത്യയെ അമേരിക്ക ശരിക്കും പൂട്ടിയോ? വാങ്കഡയിലെ ആ നാടകീയ നിമിഷങ്ങളിലേക്ക്. ഇന്ത്യയുടെ T20 ചരിത്രത്തിൽ ആദ്യമായി ബാറ്റിംഗ് ഓർഡറിലെ ആദ്യ 3 സ്ഥാനങ്ങളിൽ ഇടംകയ്യൻ ബാറ്റർമാരിറങ്ങിയതാണ് അപൂർവ റെക്കോർഡിന് കാരണമായത്. മലയാളി താരം സഞ്ജു സാംസണ് പകരം ഇഷാൻ കിഷനാണ് അമേരിക്കയ്ക്കെതിരായ ആദ്യ മത്സരത്തിൽ അഭിഷേക് ശർമ്മക്കൊപ്പം ഓപ്പണറായി ഇറങ്ങിയത്. രണ്ടാം ഓവറിലെ രണ്ടാം പന്തിൽ തന്നെ അഭിഷേക് ഗോൾഡൻ ഡക്കായി മടങ്ങിയപ്പോൾ ക്രീസിലെത്തിയതാകട്ടെ പരിക്കുമാറി ടീമിൽ തിരിച്ചെത്തിയ തിലക് വർമ്മയായിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിലോ T20യിലോ ഇന്ത്യ ഇതിനു മുമ്പ് ടോപ്പ് ഓർഡറിൽ ആദ്യ 3 താരങ്ങളും ഇടംകയ്യന്മാരായിരുന്നിട്ടില്ല. ഏകദിന ക്രിക്കറ്റിൽ 1990കളിൽ 2 തവണ മാത്രമാണ് ഇങ്ങനെയുണ്ടായിട്ടുള്ളത്. T20 ലോകകപ്പിൽ 2 ഇടംകയ്യന്മാർ ഇന്ത്യയ്ക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നതും വർഷങ്ങൾക്ക് ശേഷമാണ്. 2012ൽ ഗൗതം ഗംഭീറും ഇർഫാൻ പഠാനും ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതാദ്യമായാണ് 2 ഇടംകയ്യന്മാർ ഒരു ലോകകപ്പിൽ ഇന്ത്യയ്ക്കായി ഇന്നിംഗ്സ് തുറക്കുന്നത്. ഇടംകയ്യന്മാരെ ഇറക്കി റെക്കോർഡിട്ടെങ്കിലും ഗ്രൗണ്ടിൽ ഈ പരീക്ഷണം പാളിപ്പോകുന്ന കാഴ്ചയാണ് വാങ്കഡയിൽ കണ്ടത്. അഭിഷേക് ശർമ്മ നേരിട്ട ആദ്യ പന്തിൽ തന്നെ ഗോൾഡൻ ഡക്കായി മടങ്ങി. ഇഷാൻ കിഷൻ 16 പന്തിൽ 20 റൺസെടുത്ത് പവർ പ്ലേയിൽ തന്നെ പുറത്തായി. തൊട്ടുപിന്നാലെ 25 റൺസുമായി തിലക് വർമ്മയും പവലിയനിലേക്ക് മടങ്ങി. ഇവർക്ക് പുറമെ റിങ്കു സിംഗും ശിവം ദുബെയും അക്സർ പട്ടേലും ഇടംകയ്യന്മാരായിരുന്നു. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും അഭിഷേക് ശർമ്മയും മാത്രമാണ് ഇന്ത്യൻ നിരയിൽ വലംകയ്യന്മാരായി ഉണ്ടായിരുന്നത്. വാലറ്റത്ത് ബാറ്റിംഗിനിറങ്ങിയ അർഷ്ദീപും ഇടംകയ്യനായിരുന്നു. ഇതോടെ വാങ്കഡയിൽ ഇന്ത്യയ്ക്കായി ക്രീസിലിറങ്ങിയ 10 പേരിൽ 7 പേരും ഇടംകയ്യൻ ബാറ്റർമാരായിരുന്നുവെന്നതും സവിശേഷതയാണ്. ലോകകപ്പ് ടീമിലെ പ്രധാന വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായിരുന്ന സഞ്ജു സാംസൺ ന്യൂസിലൻഡിനെതിരായ T20 പരമ്പരയിലെ മോശം ഫോമാണ് ഇഷാൻ കിഷൻ ലോകകപ്പ് പ്ലേയിംഗ് 11ലേക്ക് വഴിതുറന്നത്. അമേരിക്കൻ കരുത്തിനു മുന്നിൽ ഇന്ത്യയുടെ ഈ തകർച്ച നിങ്ങൾ എങ്ങനെ കാണുന്നു? പരീക്ഷണം പാളിയതാണോ അതോ വിക്കറ്റ് വലിച്ചെറിഞ്ഞതാണോ? സഞ്ജു സാംസൺ പ്ലേയിംഗ് 11ൽ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളും മാച്ച് അനാലിസിസുകളും വേഗത്തിലറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.